മഴത്തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂപൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവളി അമ്മാനം മാനത്തെ കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ക്ലയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു മണിക്കൂറായി. തന്നെ പെണ്ണ് കാണാൻ വന്നൊന്നുമല്ല അവര്. തന്റെ കാപ്പി നോക്കിയിരിക്കല്ലേ. അവരവരുടെ പാട്ടിന് പോയി. ഉണ്ടാക്കാൻ പറഞ്ഞപ്പോഴേ എനിക്കറിയാം നേരത്തിനും കാര്യത്തിനും കിട്ടില്ലെന്ന്. വലിയ കമ്പ്യൂട്ടർ എഞ്ചിനീയർ. സ്ഥാപനത്തിനോട് കൂറുണ്ടെങ്കിലേ കാപ്പി ഉണ്ടാക്കാൻ മാത്രമല്ല ചിലപ്പോ തൂത്തുവാരിയും വേണ്ടിവരും. ഒരു സംഗതി പറഞ്ഞ സമയത്തിന് ചെയ്യാൻ കഴിയില്ലെങ്കിലേ പിന്നെന്തിനും ഇങ്ങോട്ട് കെട്ടിയെടുത്തേ കൊണ്ടുപോടോ. എനിക്ക് അപ്പോഴേ തോന്നി ഇത് മോളെ ഹറാസ് ചെയ്യാൻ അവൻ ഒപ്പിച്ച പണിയാണെന്ന്. എന്തായാലും ഞാൻ ഉണ്ടാക്കിയതല്ലേ, ഒരു കപ്പ് മോള് കഴിക്കുക. മാമ്പള്ളി ഉണ്ടാക്കിയ കാപ്പി എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. സെന്റിമെന്റൽ ആവാതെ മോളെ, ഇതിനുള്ളത് അവനിപ്പോ തന്നെ ഞാൻ കൊടുത്തേക്കാം. മോൾ അപ്പോഴേക്കും മാമ്പള്ളിയുടെ കാപ്പി കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്യ്. ആ ചെല്ലേ. Come in, sir. Yes, come in. ആഹാ, അങ്കിളായിരുന്നോ? പിന്നെന്തിനാ ഈ ഫോർമാലിറ്റി? കമ്പ്യൂട്ടർ എഞ്ചിനീയറോട് GM കാപ്പി ഉണ്ടാക്കാൻ പറയുമ്പോ പിന്നെ ഞാനും പേടിക്കണ്ടേ? താങ്കൾ കഴിച്ച പ്ലേറ്റ് നാളെ ഒരിക്കൽ എന്നോട് കഴിവയ്ക്കാൻ പറഞ്ഞാലോ? തോട്ടിയെയും പ്യൂണിനെയും എഞ്ചിനീയറെയും തിരിച്ചറിയാൻ കഴിയാത്ത GM ഇതല്ല ഇതിലപ്പുറവും ചെയ്യും. അല്ല, എവിടെ പോയി GMന്റെ ക്ലയൻസ്? അവർ വന്നതും പോയതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. മിസ്റ്റർ മോഹനേന്ദ്രൻ മാജിക് പഠിച്ചിട്ടുണ്ടോ? അല്ല, അത് അവര് വേണ്ട. ഈ കുടിപ്പക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ മോഹനേന്ദ്രന്റെ ഈ ഒരു പകയാ എനിക്ക് മനസ്സിലാവാത്തത്. വേടിയോട് മോഹനേന്ദ്രന് പൂർവ്വ വൈരാഗ്യമുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറ, അങ്കിൾ കോംപ്രമൈസ് ചെയ്യാം. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇല്ലെങ്കിൽ ഇനി മേലാൽ ഇത്തരം ചീപ്പ് കളികൾ ആ കുട്ടിയോട് കാണിച്ചേക്കരുത്. പിന്നെ കാപ്പി ഇട്ടത് ഞാനാ. നോക്കണോ എങ്ങനെയുണ്ടെന്ന്? അസലായിട്ടുണ്ട്.
ചുമ്മാ ക്ലയൻസ് ഉണ്ടെന്ന് പറഞ്ഞ് മോളെ ഇൻസൾട്ട് ചെയ്തതാ. അതിനുള്ളത് അങ്കിള് വയറ് നിറച്ചവന് കൊടുത്തിട്ടുണ്ട്. അയ്യോ, ഇനി അതിനുള്ള ദേഷ്യം എന്നോട് തീർക്കോ? അങ്ങനെ വരുമ്പോഴല്ലേ. അപ്പോ നമുക്ക് നോക്കാം. മോള് ധൈര്യമായിട്ടിരിക്കേ. അങ്കിളില്ലേ കൂടെ? MRC ഒന്ന് വരട്ടെ. ഇതിന് ബദലായിട്ട് GM കൊണ്ട് നമുക്ക് കാപ്പി ഇടിക്കാം. ഇതുപോലെ എത്ര മോഹനേന്ദ്രന്മാരെ ഈ മാമ്പള്ളി കണ്ടിരിക്കുന്നു. മോള് റിലാക്സ് ചെയ്യേ. ചുമ്മാ മനുഷ്യനായിട്ട് ത്രില്ലടിപ്പിക്കാൻ നീ കാര്യം പറ. എന്തിനാ ഇപ്പൊ പതിവില്ലാത്ത ഈ അലങ്കാരം? ഞാൻ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. തൽക്കാലം അത്ര ഏട്ടൻ അറിഞ്ഞാ മതി. എന്നാലും നിനക്ക് എന്നോട് പറഞ്ഞൂടെ? ഇന്ന് എന്റെ ബർത്ത്ഡേയാ. ബർത്ത്ഡേയോ? അപ്പൊ കഴിഞ്ഞ മാസമല്ലേ നീ ഒരു ബർത്ത്ഡേ ആഘോഷിച്ചത്? ചില സംഗതികൾ കയ്യിൽ ഒത്തുകിട്ടണമെങ്കിൽ അതിന് ചില സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കണം. അപ്പൊ പിന്നെ അതൊരു പിറന്നാളിന്റെ കെയർ ഓഫിൽ ആയിക്കോട്ടെ എന്ന് കരുതി. ഇന്ന് ആഘോഷിക്കുന്നതേ ഡ്യൂപ്ലിക്കേറ്റ് ബർത്ത്ഡേയാ. ഡ്യൂപ്ലിക്കേറ്റോ? അതെ, ഒട്ടും ആർഭാടമില്ലാതെ ഞാനും വേറെ രണ്ടുപേരും ചേർന്ന് ആഘോഷിക്കാൻ പോകുന്ന ഒരു കോൺഫിഡൻഷ്യൽ ബർത്ത്ഡേ. അന്നേരം ഏട്ടൻ പോലും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. നീ എന്തായി പറയുന്നത്? ഞാൻ പാടില്ലെന്നോ? ആരാ എനിക്ക് കാണാൻ പാടില്ലാത്ത രണ്ടുപേർ? അവര് വന്നോന്ന് തോന്നുന്നു. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം അതെ, അവരാണ് എന്റെ വിശിഷ്ട അതിഥികൾ. ഏട്ടനെ കണ്ടാലേ സകല കളികളും വെളിച്ചത്താവും. ഏട്ടനകത്ത് പോയിരിക്കെ. ഹായ് ആന്റി. ഹായ് അമ്മുക്കുട്ടി, വാ. ആന്റിയുടെ പിറന്നാളിന് നമ്മൾ 3 പേരും മാത്രമേ ഉള്ളൂ. അതെ, നമ്മൾ 3 പേരും മാത്രം. എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്മുക്കുട്ടിയും ഇന്ദുവും. നിങ്ങൾ മാത്രം മതി എനിക്ക്. 1000 പേർക്ക് തുല്യ നിങ്ങൾ എനിക്ക്. ഇത് എന്റെ വക ആന്റിക്കുള്ള പിറന്നാൾ സമ്മാനാ. എന്താ ഇത്? ആന്റി തുറന്നു നോക്ക്. ആന്റിയുടെ പടമാണല്ലോ, അസലായിരിക്കുന്നു. അമ്മുക്കുട്ടി വരച്ചതാ. അതെയോ? മിടുക്കി. എന്റെ മോളപ്പോ നല്ല ചിത്രകാരിയാണല്ലോ. ആന്റി എനിക്ക് തന്ന കളർ പെൻസിൽ കൊണ്ട് വരച്ചതാ. ആഹാ. എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം ഇത്. ഇത് ഞാൻ എന്റെ ഹൃദയത്തിൽ എന്നും സൂക്ഷിക്കും. മോള് വാ, നമുക്ക് കേക്ക് മുറിക്കാം. ആന്റിയുടെ ബർത്ത്ഡേക്ക് എന്റെ മോളുടെ കൈകൊണ്ട് കേക്ക് മുറിച്ചാ മതി. അതാ ആന്റിക്ക് സന്തോഷം.
വക എന്റെ സമ്മാനം വേണ്ടേ? വാ. ഇതെന്റെ പൊന്നു മോൾക്ക്. ഇത് എന്റെ കൂടപ്പിറപ്പിന്. ഇത്രയും സന്തോഷകരമായ ഒരു ജന്മദിനം ഞാൻ എന്റെ ജീവിതത്തിൽ ആഘോഷിച്ചിട്ടില്ല. എനിക്ക് എന്റെ മോളെ പോലെ അമ്മൂനെയും പിറക്കാതെ പോയ കൂടപ്പിറപ്പിനെ പോലെ ഇന്ദുവിനെയും കിട്ടിയത് ഞാൻ ചെയ്ത മുജ്ജന്മ സുഹൃതം. ഇനി മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഈ ജന്മദിനത്തിൽ എനിക്ക് ഇന്ദുവിനെ അറിയിക്കാനുണ്ട്. എന്താ? ഇന്ദു ഇനി മുതൽ ഒരു ജോലിക്കാരിയാവാൻ പോവാ. അതെയോ? അതെ, ഇനി മുതൽ എന്റെ കൂടപ്പിറപ്പ് സ്വന്തം കാലിൽ നിൽക്കണം. നാളെ നമുക്ക് ഒരു സ്ഥലം വരെ പോണം. നിനക്ക് ജോലി തരാന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ MD-യെ നാളെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാം. എന്താ, സന്തോഷായില്ലേ? ഉവ്വ്, വളരെ സന്തോഷായി. ഇനി ഒരു കൊച്ചു പിറന്നാൾ സദ്യ. വാ മോളെ, വാ ഇന്ദു. ഇറങ്ങ്. അച്ഛാ, ആന്റിയുടെ ബർത്ത്ഡേക്ക് ചെന്നപ്പോഴേ ആന്റി തന്നതാ ഇതൊക്കെ. എനിക്കും അമ്മയ്ക്കും പുതിയ ഡ്രസ്സ്, പിന്നെ നിറയെ സ്വീറ്റ്സ്. അടിപൊളിയായിരുന്നു ആന്റിയുടെ ബർത്ത്ഡേ. ഇത് അച്ഛന് കൊടുക്കണമെന്ന് പറഞ്ഞ ആന്റി തന്നതാ. ആന്റിയുടെ പിറന്നാളിന്റെ വക സ്വീറ്റ്സ്. എനിക്കൊന്നും വേണ്ട നിന്റെ ആന്റിയുടെ സ്വീറ്റ്സ്. നിന്റെ അച്ഛനെ ആന്റിയുടെ സ്വീറ്റ്സ് ഒന്നും ദഹിക്കില്ല. നിന്നോട് പറഞ്ഞിട്ടില്ലേ കണ്ണി കണ്ടവർ തരുന്നൊന്നും കൈനീട്ടി വാങ്ങരുതെന്ന്? ഇത് ആന്റി തന്നതല്ലേ? ഒരാന്റി, ഇന്നലെ വരില്ലാത്തൊരു ആന്റി ഇപ്പോഴെവിടുന്ന നിനക്കുണ്ടായത്? മോളെ, നിനക്കും തിരിച്ചു ചോദിച്ചൂടെ? ഇതുവരെ ഇല്ലാത്ത അച്ഛൻ ഇപ്പൊ എവിടുന്നാ ഉണ്ടായെന്ന്? എന്തു ഉം, കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് പറയേണ്ട ഭാഷയല്ല ഇതൊന്നും. അറിയാം. പക്ഷെ പറയിപ്പിച്ചേ അടങ്ങൂന്ന് വെച്ചാ എന്താ ചെയ്യാ? അവനവന് കഴിവില്ലെങ്കിൽ അടങ്ങി ഒതുങ്ങി ഒരു മൂലക്കിരിക്കുക. അല്ലാതെ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ വരരുത്. വന്നിട്ട് ഇത്രയും നാളായില്ലേ, ഇതുവരെ ഒരു നയാ പൈസയുടെ ഉപകാരം നിങ്ങളെ കൊണ്ടുണ്ടായിട്ടുണ്ടോ? എന്നിട്ട് വല്ലോരും വല്ലതും തന്നാ അതിന് 100 കുറ്റോ. മോളെ, ഇതൊക്കെ അകത്തുണ്ടേക്ക്. എന്താ മോള് കേക്കുമ്പോ നാണക്കേടുണ്ടോ? എന്തു ചവിട്ടി തേക്കുന്നതിനുണ്ട് ഒരു അതിര്. ഇത്ര അഹങ്കരിച്ചൂടെ ഒരു പെണ്ണും? അഹങ്കരിക്കും, ഇന്ദു അഹങ്കരിക്കും. ഇന്ദു നിങ്ങളുടെ ചെലവിലല്ലല്ലോ കഴിയുന്നത്. ആണുങ്ങൾക്ക് നട്ടല്ലില്ലാതായ ഏത് പെണ്ണും അവനവന്റെ വഴി കണ്ടെത്തും. അതിന് അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. എനിക്കും എന്റെ കുഞ്ഞിനും ജീവിക്കണമെങ്കിലേ ഞാൻ ജോലി എടുത്തേ പറ്റൂ. നല്ലൊരു ജോലി നിങ്ങളുടെ ആരുടെ ഒത്താശയില്ലാതെ എനിക്ക് അപർണ ശരിയാക്കി തന്നിട്ടുണ്ട്. ഒരപർണ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ നീ? അറിയാം, നിങ്ങൾക്ക് ഇഷ്ടാവില്ലാന്ന്. ഭർത്താവ് ഒന്നിനും കൊള്ളാത്തവനാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഞങ്ങളെ സഹായിക്കാൻ വന്നതല്ലേ. പിന്നെ എങ്ങനെയാ അവരെ ഇഷ്ടാവുക? എന്തു നീ വെറുതെ കാട് കയറരുത്. നിന്റെ ഈ പോക്ക് അപകടത്തിലേക്കാ. ആ പെണ്ണിനെ കണ്ടിട്ട് അവരത്ര നല്ലതൊന്നുമല്ല. എന്തായാലുവേ നിങ്ങളുടെ അത്ര അപകടകാരിയല്ല. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കരുതേണ്ട എന്റെ അനിയത്തിയെ കേറി പിടിച്ച ആളല്ലേ നിങ്ങള്. തൊടില്ല നിങ്ങളെന്നെ. എന്ത് അവകാശത്തിലാ കൈ ഓങ്ങിയത്? പണ്ടായിരുന്നെങ്കിൽ സഹിച്ചേനെ. ഇന്ന് നിങ്ങൾ എന്റെ ആരുമല്ല. അങ്ങനെ ഇനി സ്വപ്നത്തിൽ കരുതാൻ വേണ്ട. കണ്ണീര് കുറെ കുടിച്ചതാ നിങ്ങളെ കുറിച്ച് ഓർത്ത്. ഇനി അതില്ല. അതിനി ഇന്ദുവിനെ കാക്കുകയും വേണ്ട. ഒരു കാര്യം പറഞ്ഞേക്കാം, മേലാൽ എന്റെ കാര്യങ്ങളിൽ ഇടപെട്ട ഈ കൈ തിരിച്ച് അങ്ങോട്ട് ഓങ്ങേണ്ടി വരും.
സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം നീ ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് നാളെത്രയായി? അമ്മയാണെങ്കിൽ വീട്ടിലെനിക്ക് സമാധാനം തരുന്നില്ല. നിന്റെ കാര്യത്തിൽ കയറി ഇടപെട്ടത് ഇതിപ്പോ എനിക്ക് കൂടി പൊല്ലപ്പായി. നിങ്ങൾ വിചാരിക്കും പോലെ ഗിൽബർട്ട് വെറുതെ തിന്നും കുടിച്ച് നടക്കുകയല്ല. എനിക്ക് വേണമെങ്കിൽ ഓഫീസിലേക്ക് കയറി ചെന്ന് അവളെ കൊത്തി നുറുക്കാം. പോലീസ് പിടിക്കുമ്പോൾ മോഹനചന്ദ്രൻ പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തതെന്ന് പറഞ്ഞാൽ കഥ തീർന്നു. അത് വേണം. നീ എന്താ ആളെ കളിയാക്കുക? എടാ, ഉണ്ട ചോറ് നന്ദി വേണം. ഒരു നന്ദി കേടും ഗിൽബർട്ട് ഇന്നുവരെ കാണിച്ചിട്ടില്ല. മയക്കുമരുന്ന് കേസിനകത്തായപ്പോ ഞാൻ നിങ്ങളുടെ ആരെങ്കിലും പേര് പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ പരസ്പരം പോരടിക്കണോ? വേണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും കടപ്പെട്ടിരിക്കണം. അവളെ ഒതുക്കേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണ്. പക്ഷെ പിടിക്കപ്പെടാത്തൊരു അവസരം, ഒരു തെളിവും ശേഷിക്കാതെ ഒരറ്റംപ്റ്റ്, അതിനാ ഞാൻ കാക്കുന്നത്. അവളെ കൊന്നിട്ട് ഇനിയും പോയി ജയിലിൽ കിടക്കാൻ താല്പര്യമില്ല എനിക്ക്. ഗൗരി ആലോചിക്കേ, ഞാൻ പറയുന്നതാണ് ശരിയെന്ന് മനസ്സിലാകും. നീ പറയുന്നത് ശരിയാ. പക്ഷേ തന്ത ജയിലിൽ നിന്ന് ഇറങ്ങാതിരുന്നിട്ടും അവളുടെ ഊറ്റത്തിന് ഒരു കുറവുമില്ല. ഒരു കുറവും വരരുത്. കരുത്തനായ ശത്രുവിനെ നേരിടുമ്പോഴാ പൊരുതാൻ ആവേശം വരിക. അവൾ ആവോളം കരുത്താർജിക്കട്ടെ. ഓഫീസിലിട്ട് ഞെരുക്കാമെന്ന് വിചാരിച്ചാ ജോലിക്കെടുത്തത്, അതും പാളി. ഏട്ടൻ എന്ത് ചെയ്താലും പിഴയ്ക്കുക. എടുത്തിയാടി ഓരോന്നും ചെയ്യുന്നത് കൊണ്ടാ. അവസരം കാത്തിരുന്ന് പത്തിക്ക് തല്ലണം. 100 തവണ പരാജയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു തവണ ശ്രമിച്ച് വിജയിക്കുന്നതല്ലേ? ശരിയാ. അമ്മയോട് പറയണം വെറുതെ ടെൻഷൻ അടിക്കണ്ടെന്ന്. നമ്മുടെ ഭാഗത്ത് ആരുടെ മേലും സംശയത്തിന്റെ നിഴൽ പോലുമില്ലാതെ ഞാനത് ചെയ്തോളാം. ഗിൽബർട്ട് സടകൊഴിഞ്ഞ സിംഹമല്ല, ശത്രുവിന്റെ മേൽ ചാടി വീഴാൻ അവസരം പാർത്തിരിക്കുന്ന മൃഗരാജൻ തന്നെയാ. ഇവിടെയാ ഇന്ദുവിന് ഞാൻ ജോലി ശരിയാക്കിയിട്ടുള്ളത്. വിദേശത്തേക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്ന കമ്പനിയാ. വാ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. കോശി സാറല്ലേ? ഉവ്വ്. ഇതിന്റെ മുതലാളി നയനാൻ കോശി സാറിനെ കണ്ടാലേ ലോകത്ത് ഇത്രയും പാവം മനുഷ്യൻ വേറെയില്ല. എല്ലാരും കൈയഞ്ഞ് സഹായിക്കും. വാ. 10:30 അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരുന്നത്. 5 മിനിറ്റ് നമ്മൾ ലേറ്റാ. കോശി സാറാണെങ്കിൽ സമയത്തിന്റെ കാര്യത്തിൽ വളരെ കണിശക്കാരനാ. പിന്നെ ഞാൻ ആയതുകൊണ്ട് ഒന്നും പറയില്ല. വളരെ തിരക്കുള്ള മനുഷ്യനാ. വാ. നല്ല അടിപൊളി എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി. ഫ്രഷ് ആടോ? അതെ, ഉഗ്രൻ. അതെ അതെ അതെ. ആ, എനിക്കൊരു ഡിസ്കഷൻ ഉണ്ട്. ഞാൻ പിന്നീട് വിളിക്കാം. 5 മിനിറ്റോട് കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സ്ഥലം വിട്ടേനെ. കാത്തിരിപ്പ് എനിക്ക് ഇഷ്ടമല്ലെന്ന് അപർണയ്ക്കറിയാലോ. സോറി കോശി സാർ, ഞാനും അല്പം തിരക്കിലായി പോയി. ആ, പിന്നെ അപർണ ആയതുകൊണ്ട് വെയിറ്റ് ചെയ്തല്ലേ പറ്റൂ. സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പിയൊക്കെ എടുത്തിട്ടില്ലേ? ഇരിക്കൂ. ഇതെന്റെ സ്വന്തം സ്ഥാപനം. ഇന്ദുവിനെ പറ്റി അപർണ പറഞ്ഞ എനിക്ക് വിശ്വാസം. ശരിക്ക് ഈ സർട്ടിഫിക്കറ്റ്സിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഓഫീസ് ഫോർമാലിറ്റി അത് നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ.